ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ? നല്ലവരായ മുസ്ലിങ്ങളെ നിങ്ങളെ തെറിയും വിളിച്ചിട്ട് നിങ്ങളെ മതവും വിട്ടുപോയ ഒരു വൃത്തികെട്ട ബംഗ്ലാദേശിനെ വീണ്ടും നിങ്ങളെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ വേണ്ടിട്ട് ഇന്ത്യയിലെ സംഘികൾ ശ്രമിക്കുന്നുണ്ട്, കേരളത്തിലെ സംഘികൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ കേരളത്തിലെ ഒരു സംഘിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ സാധനം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ്. അവിടുത്തെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പം നേരെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ആരെയാണോ പറ്റിക്കാൻ പറ്റുന്നത്? സംഘികളാ. അങ്ങനെ സംഘികളെ പഠിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കുറ്റം പറഞ്ഞ് ജീവിക്കലാണ് ഇത്രയും കാലം ഈ നന്നാറ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾ ഈ നന്നാറിനെ കുറിച്ച് അറിഞ്ഞത് 2 ദിവസം മുന്നേ ഒരു ക്രൈസ്തവ ദേവാലയത്തെ പറ്റി അവിടുത്തെ വൈദികനെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടപ്പോഴാണ് നമ്മളൊക്കെ ഇവനെ അറിയാൻ തുടങ്ങിയത്. അങ്ങനെ ആ സംഭവം വിവാദമായതോടുകൂടി കേരളത്തിലെ സംഘികള് ക്രൈസ്തവരുടെ മുന്നിൽ ആകെ നാറിയല്ല, ആ നാറ്റം മാറാൻ വേണ്ടിട്ട് അവന വേഗം മുസ്ലിമാക്കേണ്ട പരിപാടിയാ. ഏത് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് മുസ്ലിം മതത്തിന് നേരെ ഹിന്ദു മതത്തിലേക്ക് വന്ന ആ വെട്ടാവളിനെ വീണ്ടും മുസ്ലിമാക്കി തലയൂരാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ സംഘികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്ന സംഘികളിൽ കേരളത്തിലെ നമ്പർ 1 സംഘിയാണ് തമ്പാൻ സംഘി. നമുക്ക് എന്തായാലും തമ്പാൻ സംഘി അതിനുവേണ്ടി ശ്രമിക്കുന്ന വൃത്തികെട്ട കുറച്ച് നീക്കങ്ങൾ കണ്ടിട്ട് വന്നാലോ? വാ. ക്രിസ്മസിനെതിരെ വ്യാപക ആക്രമണം, തീവ്ര ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തുന്നുള്ള രീതിയിൽ രാഹുൽ ഈശ്വർ ലാപ്ടോപ്പ് പൊക്കി പിടിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. വേറൊരു പുള്ളിയുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ആരാണെന്നും. കന്യാകുമാരി ഭയങ്കര ഗർഭിണിയായി, ഹിന്ദുത്വ തീവ്രവാദിക്ക് മറുപടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു തലമുടിയില്ലാത്ത ഒരാൾ വലിയൊരു സിന്ദൂരം കൊണ്ടൊരു വരയൊക്കെ വരച്ചിട്ട് കൈയൊക്കെ ചൂണ്ടി ജയ് ശ്രീറാം എന്നൊക്കെ വിളിച്ചിട്ട് പള്ളി കയറി പാസ്റ്റർ ചോദിക്കുകയാണ് യേശു ക്രിസ്തു ഇന്ത്യക്കാരനാണ് എന്നാണ് ചോദിക്കുന്നത്. യേശു ക്രിസ്തു എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിക്കുന്നത്. ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടല്ലേ? ഇയാൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം വരും. അതിവിടെ ആരും ചോദിക്കുന്നില്ല കേട്ടോ. പുള്ളിയുടെ പേരെന്താണെന്നറിയോ? ഹിന്ദുത്വവാദിയുടെ സുന്നിയൂർ റഹ്മാൻ. ഇയാൾ ഇന്ത്യക്കാരനാണോ? അല്ല, ബംഗ്ലാദേശിയാണ്. ബംഗ്ലാദേശി ഇരുന്ന് അവിടുത്തെ ഹിന്ദുസിന് നേരെ ഇരുന്നിട്ട് ഉള്ള തീവ്ര സംസാരം എല്ലാം സംസാരിച്ചതിന് ശേഷം നേരെ ഇന്ത്യ ഇതാണ് തമ്പാനെ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്നത്. ഈ വൃത്തികേട് കാണിക്കാൻ വേണ്ടി ലോകത്ത് സംഘികളെ കഴിഞ്ഞിട്ട് വേറെ ആരെ കൊണ്ടും ആവും. അത്തരം ഒരു വൃത്തികേടാണ് നീ ഇപ്പം പറഞ്ഞത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞിട്ടല്ല നീ ഇപ്പം പറഞ്ഞ ആ തലയിൽ മുടിയില്ലാത്ത വേട്ടാവളിയൻ ഇന്ത്യയിലേക്ക് വന്നത്. അവിടുത്തെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നിക്കക്കള്ളി ഇല്ലാതായിട്ടാണ് ആ വേട്ടാവളിയൻ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ ഇവിടെയുള്ള വിവരമില്ലാത്ത സംഘികള് മുസ്ലിമിനല്ലേ കുറ്റം പറഞ്ഞതെന്നും പറ്റി ഓനെങ്ങ് കൂട്ടത്തിൽ കൂട്ടി ഓനെങ്ങ് ഹിന്ദുവാക്കി. സംഘിയൊക്കെ എന്താ അന്നേരം സന്തോഷം? ഒരു മുസ്ലിമിനെ കുറ്റം പറയുന്ന ഒരു എക്സ് മുസ്ലിമിനെ കിട്ടിയല്ലേ. അങ്ങനെ അവനെ കൊണ്ട് നടന്നിട്ട് ഇന്ത്യയിൽ മൊത്തം ഇമാതിരി വൃത്തികേട് കാണിപ്പിച്ചത് മൊത്തം ചാണക സംഘികളായിരുന്നു. എന്നിട്ട് ഇപ്പം പണി കിട്ടാൻ തുടങ്ങിയപ്പം, നാറാൻ തുടങ്ങിയപ്പം, കേരളത്തിലെ ക്രൈസ്തവരെ മുന്നിൽ നിക്കക്കള്ളി ഇല്ലാതായപ്പോ മെല്ലെ പ്ലേറ്റങ്ങ് മാറ്റിട്ട് ഓനെ പിന്നെയും മുസ്ലിം ആക്കുന്നു. ഉളുപ്പുണ്ടാ തമ്പാൻ? എനിക്ക് ഉളുപ്പ് ലേശം. പിന്നെ നീ പറഞ്ഞ് അവിടെ വൈദികനെ നേരെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചോന്ന്. ഒരു സ്ത്രീ ഉണ്ടല്ല, ആ വേട്ടാവളിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചാണക സംഘികൾ ആ സ്ത്രീയെ ഭീഷണിപ്പെടുന്നത് ലോകം മൊത്തം കണ്ടതാണ്. എന്റെ ചാണക തമ്പാനെ, താമര തമ്പാനെ. നമുക്കിനി ഈ താമര തമ്പാൻ ഉളുപ്പം നാണവുമല്ലാണ്ട് അടുത്തതായിട്ട് എന്ത് ന്യായീകരണം നടത്തുന്നത് കണ്ടിട്ട് വന്നാലോ? വാ. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്ക് ഇവിടെ പാർട്ടിക്കാരൊക്കെ ഇറങ്ങാറ്. ഇതുപോലെ പാർട്ടിക്കാർ ഇറങ്ങുന്നു, RSSും അല്ലെങ്കിൽ CPM തമ്മിൽ ഒരു അടി ഉണ്ടാകുന്നു. അടിയാണ് ഇവിടെ ന്യൂനപക്ഷം ആക്കുന്നു മീഡിയക്കാർ, ഹിന്ദു ക്രിസ്ത്യൻ ആക്കുന്നു മീഡിയക്കാർ. ഈ കേരളത്തിൽ ക്രിസ്ത്യാനികൾ സേഫ് അല്ലെന്നുള്ള രീതിയിൽ ഇവർ വാർത്ത കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്ത് തരത്തിലെ കുത്തിത്തിരിപ്പാന്ന് ആലോചിക്കുക. ഇത്രയുള്ള കാര്യം, നോർത്തിലൊരു പള്ളിയിൽ കയറി സുന്നിയൂർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പാസ്റ്ററിനെ ഭീഷണിപ്പെടുത്തത്. അയാൾ അറിയപ്പെടുന്നത് ഹിന്ദുത്വവാദി എന്നാണ്. രാമനാരാണ്, സീതയാരാണ്, കൃഷ്ണനാരാണെന്ന് ഈ ഹിന്ദുത്വവാദിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ബബ അടിക്കുകയും ചെയ്യും. ചെവിക്ക് പിടിച്ച് പുറത്താക്കേണ്ട ടീമൊക്കെയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഈ കടന്നു കയറി വരുന്ന ബംഗ്ലാദേശികളെ തൂക്കി വെളിയിൽ കളയണം. അപ്പൊ ഇവിടെ ഇരുന്ന കുറെ ആൾക്കാർ അയ്യോ വോട്ടർ പട്ടിക പരിഷ്കരിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇതുപോലെ കുറെ സുന്നിയൂർ റഹ്മാന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ലോകത്തൊക്കെ ക്രിസ്മസിന് നേരെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യം. ഇന്ത്യയിലും ക്രിസ്ത്യാനികൾ സേഫ് അല്ലേ എന്നുള്ള ഇതിലൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള ടീമിന്റെയൊക്കെ ഉദ്ദേശം. അരിയാൻ കഴിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും. എന്തായാലും നമുക്കറിയാം ക്രിസ്മസ് കേക്ക് കഴിക്കാനോ ക്രിസ്മസ് ആഘോഷിക്കാനോ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടുള്ളവരും അറിയിപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് അറിഞ്ഞത് സന്തോഷം തമ്മാനെ, സന്തോഷം. നിന്നെ പോലുള്ള സംഘികൾ 4 വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നീ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. കേരളത്തിലെ ക്രൈസ്തവര് സേഫ് അല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം ഉണ്ടല്ല, അതിനുള്ള ധൈര്യം സംഖ്യക്കില്ല. സംഖ്യക്കറിയാം കേരളത്തിലെ ക്രൈസ്തവരെ തൊടാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെതിരെ ആദ്യം മുന്നോട്ട് വരുന്നത് കേരളത്തിലെ തന്റെ ഇടമുള്ള ഹിന്ദുക്കളും തന്റെ ഇടമുള്ള മുസ്ലിങ്ങളായിരിക്കുന്നത്. അവരായിരിക്കും സംഘികളെ കണ്ടം വഴി ഓടിക്കാൻ പോകുന്നത്. സംഖ്യക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് കേരളത്തിൽ അതിനുള്ള ധൈര്യം സംഖ്യക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് നിന്റെ സംഖ്യക്ക്, അതായത് നിനക്കൊന്നും അതിനുള്ള ധൈര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല തമ്പാനെ, ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇഷ്ടമല്ലെങ്കിലും നിന്നെപ്പോഴത്തെ സംഖ്യകള് ക്രിസ്മസ് ആഘോഷിക്കലും പള്ളിയിൽ പോക്കും മുട്ടിലിഴിയുന്ന പരിപാടിയിലുണ്ടല്ല, കേക്ക് കൊണ്ടുപോക്കൊക്കെ ആ പരിപാടിയൊക്കെ നടത്തുന്നത് വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് മാത്രമാണ്.
പിന്നെ നീ ബംഗ്ലാദേശിൽ നിന്ന് കുറ്റിയും പറിച്ചു വരുന്ന ഇവനെ പോലത്തെ ആൾക്കാരെ കാര്യം പറഞ്ഞിട്ടില്ല. ഇവനൊക്കെ ഇത്ര ഈസി ആയിട്ട് കുറ്റിയും പറിച്ചു വന്നിട്ട് ഇവിടെ ജീവിക്കാൻ എങ്ങനെയാ പറ്റുന്നത്? അത് സംഖ്യകൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവനൊക്കെ ഇത്ര ഈസി ആയിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. ഇവൻ വന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയാൻ തുടങ്ങി. സംഖ്യക്ക് ഇവനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് ഇവനെ അങ്ങ് ഏറ്റെടുത്ത്. ഇപ്പൊ വന്നിട്ട് വിവാദത്തിൽപ്പെട്ടപ്പോ സംഖ്യകൾ നൈസായിട്ട് അങ്ങ് ഊരി അങ്ങ് രക്ഷപ്പെടാൻ നോക്കിയത്. എന്നിട്ട് ആവശ്യം കഴിയുമ്പോ മെല്ലെ എടുത്തിട്ട് മുസ്ലിങ്ങളെ നെഞ്ചത്തേക്ക് ഇടാൻ നോക്കുന്നത്. ഇതേ പരിപാടി ഉണ്ടല്ലോ നിങ്ങൾ RP ഹുസൈന്റെ കാര്യത്തിലെടുക്കും. ഇപ്പൊ RP ഹുസൈൻ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും RP ഹുസൈനെ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുമ്പോ നിങ്ങൾ അപ്പോൾ അവനെ എടുത്തിട്ട് മുസ്ലിങ്ങളെ തലയിലിടാൻ നോക്കും. നടക്കൂല, സംഖ്യയില നടക്കൂല. ഇതുപോലെ വൃത്തികെട്ടവരാ നിങ്ങൾ സംഖ്യകൾ ആവശ്യം കഴിഞ്ഞിട്ട് ഒഴിവാക്കുമ്പോൾ അവരെ ഏറ്റെടുക്കാനല്ല ഇവിടുത്തെ മുസ്ലിം സമൂഹം നിൽക്കുന്നത്. പിന്നെ നീയൊക്കെ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാൻ വേണ്ടിട്ട് ഇത് രാഷ്ട്രീയ പാർട്ടി എന്നല്ല, ഇതൊരു മതമാണ്. ആ മതം നിന്റെ സംഖ്യകൾ ഉദ്ദേശിക്കുമ്പോഴത്തെ മതമല്ല. അതുകൊണ്ട് ആ ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുടിയില്ലാത്ത ആ വേട്ടാവളിനില്ലേ, അവ സംഖ്യയാണ്, അവ സംഖ്യ തന്നെയാണ്. ആ സംഖ്യന് ആവശ്യം കഴിഞ്ഞപ്പോഴല്ല മുസ്ലിങ്ങളെ തലയെ കൊണ്ടാൻ നോക്കുന്ന നീയൊക്കെയാണല്ലോ തമ്മാനെ വെറും നാറിയ സംഖ്യ മാത്രമാണ്. അതുകൊണ്ട് തമ്മാനെ നിനക്കെങ്കിണ്ടല്ല കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പും ബാക്കിയുണ്ടെങ്കിൽ സംഖ്യകൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന അക്രമം ഉണ്ടല്ല, അതിൽ ഏതെങ്കിലും ഒന്നിൽ അപലപിക്കാൻ നോക്ക്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കേട്ടാ, കുറച്ച് വലിയ ഉളുപ്പില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു വേട്ടാവളിയം വന്നിട്ട് മുസ്ലിങ്ങളെ അങ്ങ് കുറ്റം പറയുമ്പോഴത്തേക്ക് സംഖ്യകൾ അങ്ങ് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകും. എന്നിട്ട് കാര്യം കഴിഞ്ഞിട്ട് പറയുന്നു സംഖ്യയല്ലെന്ന്. എന്റെ തമ്പാനെ എനിക്കല്ല എങ്ങനെ പറയാൻ പറ്റുന്നു ഇമ്മാര് നാണം കെട്ട വർത്താനം. അപ്പൊ ഉളുപ്പം നാണും മാനില്ലാത്ത താമര തമ്പാനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.